ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. നമ്മുടെ മാരാരി പൊളിയല്ലേ. ഭദ്ര ഒരു പാവം പെണ്ണാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെയൊക്കെ അറിയൂ. അതുകൊണ്ടാണ് ധ്വനി അവളുടെ തലയിൽ കയറി നിരങ്ങുന്നതേ. ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. ഞാൻ എവിടേക്കും വരുന്നില്ല. സോറി ദേവേട്ട. ഭദ്ര പറയുന്ന കേട്ടതും മാരാർക്ക് കലി കയറി. പോയി വേഗം റെഡിയായി വരൂ ഭദ്ര. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നിന്റെ കണ്ണാണെന്ന് ഓർമ്മ വേണം. എങ്കിൽ ഞാൻ പോയിക്കോളാം അമ്മയുടെ കൂടെ. ദേവേട്ടൻ വരണ്ട പ്ലീസ്. അവൾക്ക് കണ്ണു നിറഞ്ഞു. ധ്വനിയുടെ വാക്കുകളിലൂടെയാണ് അവളിങ്ങനെ പറയുന്നതെന്ന് മാരാർക്കും മനസ്സിലായി. അമ്മ നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വരുമോടി? അപ്പുറത്ത് ഇത്ര ആളുകൾ വന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് നിനക്ക് സമയമുണ്ടോ? മാരാർ പല്ല് ഞെരിച്ചു. ബീനേച്ചിയും കൂട്ടിപ്പോയിക്കോളാം. അതാണ് നല്ലത്. വെറുതെ ഞാൻ കാരണം ദേവേട്ടനും കൂടി എന്തിനാ? അതല്ലേ അവരൊക്കെ. പെട്ടെന്നവൻ കൈ ഉയർത്തി അവളെ വിലക്കി. കോപ്പിലെ വർത്താനം നിർത്തിയിട്ട് വരാൻ നോക്ക്. കണ്ടോളുമാർ പറയുന്ന കേട്ട് മൂങ്ങിക്കൊണ്ട് നിന്നാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. ദേവൻ പിന്നെയും വഴക്ക് പറഞ്ഞതും ഭദ്രയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. നിന്റെ കണ്ണ് നല്ല പോലെ വീങ്ങിയായിരിക്കുന്നത്. പോയി വേഗം റെഡിയായി വാ ഭദ്ര. ബീനേച്ചി, മാരാർ ഉച്ചത്തിൽ വിളിച്ചു. എന്തോ? ഇങ്ങോട്ട് വന്നേ. ഈ ചേച്ചി ഇതെവിടെ പോയി കിടക്കുക? മോനെ ഞാനിവിടെ ഉണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കാൻ വെള്ളം എടുക്കാൻ പോയതാ. ഒരു ബക്കറ്റിൽ ഇളം ചൂട് വെള്ളവുമായി ബീന അടുക്കളപ്പുറത്തേക്ക് വന്നു. അവിടെ ഒരു ഷീറ്റൊക്കെ വിരിച്ചവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞമ്മൂനെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്. മോനെ ദേവാ, വാവയെങ്ങി തരുമോ? എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ട്. കുഞ്ഞമ്മൂനെ ബീനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടയിൽ ദേവൻ അവരോട് പറഞ്ഞു. എന്താ മോനെ? ബീന അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചേച്ചി, അപ്പുറത്ത് അടുക്കള ജോലിക്ക് വന്ന ആളൊന്നുമല്ല നിങ്ങൾ. ഇവിടെ കുഞ്ഞമ്മൂനെയും ഭദ്രയും നോക്കാനായിട്ടാണ് ചേച്ചിയെ നിയമിച്ചിരിക്കുന്നത്. പിന്നെ അല്പസ്വല്പം സഹായങ്ങളൊക്കെ അപ്പുറത്ത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് കരുതി എല്ലാ കാര്യത്തിനും അങ്ങോട്ട് ഓടിപ്പോകുന്നും വേണ്ട. വേറെ ജോലിക്കാരെയൊക്കെ അമ്മയിന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. കൊച്ചമ്മമാർ ഇനിയും വരാനുണ്ട്. കാല് കഴുകി കൊടുക്കാൻ നിന്നാലേ അവസാനം ചേച്ചിയുടെ തലയും കൊണ്ടേ അവളുമാരൊക്കെ പോകത്തുള്ളൂ. തലേദിവസം ബീനയ്ക്ക് തീരെ വയ്യാണ്ടായ കാര്യം മാരാർ കേട്ടിരുന്നോ? അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതും. ഞാനിനി എങ്ങോട്ടും ഇല്ല എൻ്റെ മോനെ. എനിക്ക് ഒട്ടും വയ്യ. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ കൈയും കാലും വേദന എടുത്തിട്ടേ തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊന്ന് നേരം വെളുപ്പിച്ചത്. ജോലി ചെയ്ത് മടുത്തായിരുന്നു. ഇക്കണക്കിന് പോയാൽ ഒരാഴ്ച പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അതിനപ്പുറം ഞാൻ എൻ്റെ വീട്ടിൽ പോകേണ്ടി വരും. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ചേച്ചിക്ക് ജീവിക്കാൻ എന്തെങ്കിലും വേറെ മാർഗമുണ്ടോ? മാരാർ ബീനയോട് വീണ്ടും ചോദിച്ചു. എനിക്ക് യാതൊരു മാർഗവുമില്ല മോനെ. ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ എങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്ക്. പിന്നെ ചേച്ചി, കുഞ്ഞമ്മൂനെ നോക്കി ഇവിടെ ഇരുന്നോണം. അപ്പുറത്തുനിന്ന് ആരെങ്കിലും കുഞ്ഞിനെ എടുക്കാൻ വന്നാൽ വാവി ഉറക്കുമെന്ന് കരയുവാണെന്നോ അല്ലെങ്കിൽ വിശക്കുന്നുണ്ടെന്നോ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവായിക്കോണം. അച്ഛനോ അമ്മയോ അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ വന്നാലും ചേച്ചി വേണ്ടെന്ന് പറഞ്ഞോണം. ബീന അത് കേട്ട് തലകുലുക്കി. മാരാർ തിരിഞ്ഞകത്തേക്ക് കയറി വന്നപ്പോൾ ഭദ്ര അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും കഴിച്ചോ? അവൻ്റെ ശബ്ദം കേട്ട് ഭദ്ര വാതിൽക്കലേക്ക് നോക്കി. ഇല്ല. പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയാവുക. ഹോസ്പിറ്റലിൽ പോകണ്ടേ? ദേവേട്ടനൊരു ഓട്ടോ വിളിച്ച് തന്നാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ശരി, പോയി കുളിച്ചിട്ട് വാ. അവൻ്റെ കൽപ്പന കേട്ടുകൊണ്ട് ഭദ്ര കുളിച്ച് റെഡിയാവാനായി പോയി. കുഞ്ഞമ്മൂനെയും കൊണ്ട് ബീനച്ചേച്ചി കയറി വന്നപ്പോഴേക്കും ഭദ്രയും പെട്ടെന്ന് മേലൊക്കെ കഴുകി റെഡിയായി വന്നു. കുഞ്ഞമ്മൂനാണെങ്കിൽ ശരിക്കും ഉറക്കം വന്ന് തുടങ്ങി. ഭദ്ര പാല് കൊടുത്തപ്പോഴേക്കും കുഞ്ഞമ്മ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പതിയെ കുഞ്ഞിനെ അവൾ കിടക്കയിലേക്ക് കിടത്തി. എന്നിട്ട് ബീനച്ചേച്ചി അപ്പുറത്തൊന്നും എടുത്തുകൊണ്ട് വന്ന ഒരു ചുരിദാർ എടുത്തിട്ടു. അതിട്ടപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് മുറുകിയിട്ടുണ്ട്. ഷോ ചേച്ചി, ഇത് നോക്കി. ഭദ്ര പറഞ്ഞപ്പോൾ ബീനയും നോക്കിയത്. വേറെ ഡ്രസ്സില്ലല്ലോ മോളെ, ഇനി എന്തു ചെയ്യും? എനിക്കറിഞ്ഞുകൂടാ. ഇനി ഹോസ്പിറ്റലിൽ പോകണോ ചേച്ചി? ദേവേട്ടനോടെ വിവരം പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് ഒന്ന് ചോദിക്കാമോ? ഞാൻ ചോദിച്ചു നോക്കാം മോളെ. പറഞ്ഞുകൊണ്ടവർ മാരാരുടെ അടുത്തേക്ക് പോകാനായി തുടങ്ങിയപ്പോഴാണ് അവൻ കുളിച്ച് റെഡിയായി ഹോസ്പിറ്റലിൽ പോകാൻ വരുന്നത്. മോനെ ദേവാ,
പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴേ ഭദ്രമോള് വണ്ണം വെച്ചു. അതുകൊണ്ട് അവൾക്ക് ടോപ്പൊന്നും ചേരത്തില്ല. മോള് ചോദിച്ചു വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിയാൽ മതിയോന്ന്. ദേവന് ശരിക്കും ദേഷ്യം വന്നു. അവൻ കലിയോടെ ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. എടി, കഴിഞ്ഞ ദിവസം ഞാൻ നിനക്ക് വാങ്ങിത്തന്ന ചുരിദാറിൽ ഒരെണ്ണോടത്തിടാൻ വയ്യേ നിനക്ക്? അവൻ ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ കല്യാണത്തിനിടാനുള്ളതിൻ്റെ കൂടെ 2 ചുരിദാറും കൂടി ഉണ്ടെന്ന് അവൾ ഓർത്തത്. സോറി ദേവേട്ട, ഞാനത് മറന്നു. ഈശ്വരനാണേ സത്യം. ഭദ്ര അബദ്ധം പിടഞ്ഞതുപോലെ മാരാരെ നോക്കി. ഒന്ന് പോയി എടുത്തിട്ട് വരാമോ? അലമാരയിൽ ഇരിപ്പുണ്ട് കവർ. ആ ശരി മോളെ. ബീന പെട്ടെന്ന് തലകുലുക്കി. എന്നിട്ട് സരസമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഓട്ടോ വരുമോ ദേവേട്ട? ഭദ്ര പതിയെ ചുണ്ടനക്കി. എൻ്റെ കൂടെ വന്നെന്ന് കരുതി നിനക്ക് വല്ല ഗർഭവും ഉണ്ടാവുമോ ഭദ്ര? മാരാരുടെ ചോദ്യം കേട്ട് ഭദ്ര വാപൊളിച്ച് നിന്നുപോയി. ഓ, ഇങ്ങനൊരു മനുഷ്യൻ! ആരെങ്കിലും കേട്ടോ ആവോ? ഭദ്ര ചുറ്റിനും നോക്കി. നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിക്കാൻ പോന്നാ. അതും എൻ്റെ കൈകൊണ്ട് പറ്റിയ ഒരു തെറ്റാണല്ലോ എന്നോർത്ത് മാത്രം. അതിന് നീ ഇങ്ങനെ കിടന്ന് കുന്തളിക്കണ്ട, കേട്ടല്ലോ? മാരാർ പറയുന്നു കേട്ട് ഭദ്ര ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ദേവേട്ട, ഞാൻ കാരണം ദേവേട്ടൻ കൂടെ വെറുതെ മറ്റുള്ളവരുമായിട്ട് മുഷിയേണ്ട കാര്യമില്ല. എനിക്കതൊക്കെ സങ്കടമാണ്. ധോനി ഇത്രയും വിഷമമുണ്ടാക്കിയത് ഞാൻ ഒരാൾ കാരണമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഇനിയും ചോദ്യങ്ങൾ വരും. എനിക്കൊരു മറുപടി പോലും കൊടുക്കാനില്ല. എൻ്റെ മോളെയും കൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോയാലോ എന്നോർക്കുക. ബീന ചേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടൻ്റെ പരിചയത്തിൽ എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം എനിക്ക് ഒരുക്കിത്തരാൻ പറ്റുമോ? നിവർത്തികേടുകൊണ്ട് ചോദിക്കുക. ശപിക്കപ്പെട്ട ഒരു ജന്മമായിപ്പോയി. മരിക്കാൻ പോലും ഈശ്വരൻ എന്നെ അനുവദിച്ചില്ല. ഇല്ലായിരുന്നെങ്കിൽ. ഭദ്രയുടെ കവിളിനെ പുലുകിക്കൊണ്ട് ചൂട് കണ്ണീർ ഒഴുകിയിറങ്ങി. ഭദ്ര, എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സിനൊന്നും ഞാൻ യാതൊരു വിലയും കൽപ്പിക്കുന്നവനല്ല. അതുകൊണ്ട് നീ എന്ത് ഡയലോഗ് പറഞ്ഞാലും അതൊക്കെ ദേ എൻ്റെ ഈ ഒരു കാതിൽ കൂടി കേട്ട് അപ്പുറത്തെ കാതിൽ കൂടി ഇറങ്ങിപ്പോകും. ദാറ്റ്സ് ഓൾ. സോ നീ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരൂ. എനിക്ക് വേറെ പല കാര്യങ്ങളുള്ളതാണ്. നിനക്കറിയാലോ, നാളെ വിവാഹമാണ്. ഇവിടെ എനിക്ക് അശ്വിനെ ഹെൽപ്പ് ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട്. മാരാർ ധൃതി വെച്ചതും ഭദ്ര കൂടുതലൊന്നും പറയാണ്ട് ബീന ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ഇതേ നിവൃത്തിയുള്ളൂ. സമാധാനത്തോടെയുള്ളൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പൊട്ടിക്കരച്ചിലായിരിക്കും നടക്കുന്നതെന്ന് മാരാർക്കറിയാം. അവൾ പോകുന്നു നോക്കിയിട്ട് മാരാർ ഉമ്മറത്തേക്ക് ഇറങ്ങി. ചേച്ചി, പോയിട്ട് വാ മോളെ. കുഞ്ഞമ്മൂനെ ഞാൻ നോക്കിക്കോളാം. ഒരു 10 തവണയെങ്കിലും ഭദ്ര കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവിടെ നിന്നിറങ്ങിയത്. ബീനിക്ക് അവളുടെ കാര്യോർത്ത് ഒരുപാട് സങ്കടം തോന്നിയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ? ഈ പാവം പെൺകുട്ടിയെ സമാധാനിപ്പിക്കുക എന്നല്ലാതെ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. അതിനോടിടയ്ക്കാണ് അപ്പുറത്തെ മാരണത്തെപ്പോലെ ഓരോന്ന് കെട്ടി എഴുന്നള്ളി വരുന്നത്. ഇനി നാളെ വരുന്നവൾ ഏത് വെടക്കാണെന്ന് അറിയില്ല താനും. എൻ്റെ ഉണ്ണീശോയെ, ഈ പാവം ഭദ്രക്കൊച്ചിനെ വിഷമിപ്പിക്കരുത്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കാൻ. ബീന മുൻവശത്തെ വാതിലടച്ചിട്ടിട്ട് മുറിയിലേക്ക് പോയി. ഭദ്രയും മാരാരും വണ്ടിയിൽ കയറി പോകുന്നത് പകയോടെ ഒരുവൾ ജനാലയിലൂടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. മാരാരോടൊപ്പം മുൻവശത്തിരുന്നുകൊണ്ട് ഞെളിഞ്ഞിരുന്ന് പോകുന്നവളെ കണ്ടതും ധ്വനിക്കടിമുടി വിറഞ്ഞു. നീ പോയിട്ട് വാടി, നിനക്കിട്ടുള്ള പണികൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. നിന്നെ കണ്ടിട്ട് ദേവദത്തെ മയങ്ങി വീണു. അത് ശരി തന്നെയാണ്. ആ മയക്കം മാറ്റാനേ എനിക്ക് പറ്റും മോളെ. ഈ ധ്വനിയെ നിനക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അറിയിക്കും. നിന്നെ അറിയിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് മടങ്ങൂ. ഓർത്തുകൊണ്ട് പകയോടെ നിന്നപ്പോൾ അവളുടെ തോളിൽ ആരോ പിടിച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അശ്വിനായിരുന്നു. എന്താ ഏട്ടാ, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ഏയ്, ഞാൻ വെറുതെ. എന്തിനാ മാരാർ നിന്നോട് ദേഷ്യത്തിൽ പെരുമാറിയത്? ആ, എനിക്കറിയില്ല. അവൾ ഉദാസീന ഭാവത്തിൽ
പറഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ച് അറിയാനായിരുന്നില്ലേ നിന്റെ ആകാംക്ഷ? അശ്വിൻ ചോദിച്ചതും ധനിക്ക് ദേഷ്യം വന്നു. ആ പിശാചിനെ പറ്റി അറിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അവളെ പൊക്കി വെച്ചോണ്ടാണല്ലോ ദേവിരിക്കുന്നത്. പണി കിട്ടുമ്പോൾ അയാൾ പഠിച്ചോളും. പറയുമ്പോൾ അവൾക്ക് കലി കയറി. അങ്ങനെ ഒരിക്കലും പണി മേടിച്ചെടുക്കുന്നവനല്ല ദേവൻ. കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അതും ഒളിഞ്ഞും പാത്തുമൊന്നുമല്ല, നേരിട്ട് തന്നെ മുഖത്തോട് മുഖം നോക്കി കൺമുമ്പിൽ വെച്ച് തന്നെ അവൻ പണിയും. അതിന് ദേവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അശ്വിൻ പറയുന്ന കേട്ട് ഒരു നിമിഷത്തേക്ക് ധ്വനി അവനെ ഒന്ന് നോക്കി. ദേവദത്തന്മാരെ നിനക്കറിയില്ല മോളെ. നിനക്കെന്നല്ല ആർക്കും. അവൻ്റെ കൂടപ്പിറപ്പായ ഉറ്റ ചങ്ങാതിയായ എനിക്ക് പോലും ദേവനെ അറിയില്ല. നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവൻ പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കും. അതാണ് ദേവൻ. അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത എന്തെങ്കിലും ചിന്തകൾ ദേവനെയും ഭദ്രയെയും കുറിച്ച് നിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞോണം. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഭദ്രയെ ആരോ ചെയ്തതാണ്. പക്ഷെ അതാരാണെന്നോ എവിടെയുള്ള ആളാണെന്നോ ഒന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. അയാൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുവാണ് ഭദ്ര. ആളുടെ കയ്യിലേക്ക് അവളെ ഏൽപ്പിച്ച ശേഷമേ സത്യത്തിൽ ഞങ്ങൾക്ക് പോലും ഒരു സമാധാനമുള്ളൂ. അവളുടെ പ്രഗ്നൻസി പീരീഡ് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഭദ്രയോട് ചോദിക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോൾ അവളുടെ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞുണ്ടായിട്ട് അധിക ദിവസമായിട്ടില്ല. ഇപ്പോഴും അവൾ ശരിയായ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. ഭദ്ര ഓക്കെ ആയ ശേഷം അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു ചോദിക്കാനിരിക്കുവാണ് ഞങ്ങൾ. അതിനുശേഷം അവൻ എവിടെയുള്ളവനാണെങ്കിലും ശരി, ഞങ്ങൾ അയാളെ ഭദ്രയ്ക്ക് കൂട്ടായി കണ്ടുപിടിച്ച് കൊടുത്തിരിക്കും. കുഞ്ഞമ്മൂൻ്റെ അച്ഛനെ ഞങ്ങൾ ഇവിടെ എത്തിക്കും. അതുകൊണ്ട് നീ വെറുതെ കുഞ്ഞമ്മൂൻ്റെ അച്ഛനെ തിരിഞ്ഞ് നടക്കണ്ട. അശ്വിനൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. മാരാർക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് അശ്വിനും സരസ്വതിക്കും ഒരു പിടുത്തമില്ല. അതുകൊണ്ടായിരുന്നവൻ ധ്വനിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും. മാരാറാണെങ്കിലോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ. ശരിക്കും ഏട്ടനൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പോലെയല്ലേ അയാൾ അവളെയോ കൊച്ചിനെയും കാണുന്നത്? എന്തൊരു കരുതലാണ് അയാൾക്ക്. ഒരുപക്ഷെ അയാൾ തന്നെയാണെങ്കിലോ ഭദ്രയെ ചീറ്റ് ചെയ്തത്? അണിയറയിലിരുന്ന് അയാളാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലേ വെറും പൊട്ടന്മാരായിട്ട് നിൽക്കുന്നേ? മാരാർക്ക് ഉമാശങ്കരിയുമായിട്ടുള്ള റിലേഷനെ പറ്റി അശ്വിൻ ധ്വനിയോട് പറയട്ടെ എന്ന് കരുതിയതാണ്. പിന്നീട് അവനത് വേണ്ടെന്ന് വെച്ചു. കാരണം പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. അവൾ പിന്നെയും വേണ്ടാത്തത് ഓരോന്ന് ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് അവളെ അവളുടെ വഴിക്ക് വിട്ടിട്ട് അശ്വിൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എടോ പോലീസേമാനെ, ഞാൻ പറഞ്ഞ വഴിക്ക് താനൊന്ന് അന്വേഷിച്ച് നോക്കൂ കേട്ടോ. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. അവൾ പറഞ്ഞതും അശ്വിൻ അവളെ നോക്കി ഒന്ന് തലകുലുക്കി. കുഞ്ഞിൻ്റെ 28 കെട്ട് ചടങ്ങ് നടത്തുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ ദേവിയും സരസ്വതിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിന് വാങ്ങിയ സ്വർണ്ണമൊക്കെ സരസ്വതി ദേവിയെ കാണിച്ചു. അവർക്ക് ആർക്കും അത് അത്രയ്ക്കങ്ങ് പിടിച്ചില്ലെന്ന് സരസ്വതിക്ക് അവരുടെ മുഖം കണ്ട് മനസ്സിലായി. ഈ സ്വർണ്ണവിലയ്ക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ ചേച്ചിക്ക് വേറെ പണിയില്ലേ? മിക വന്നാൽ ആ കുട്ടിക്ക് പോലും ഇതൊന്നും ഇഷ്ടമാകണമെന്നില്ല. സരസ്വതിയോട് ദേവി പറയുന്ന കേട്ട് ധ്വനി പിന്നെയും കുതന്ത്രങ്ങൾ മെനഞ്ഞു. ഈ സമയത്ത് മാരാരും ഭദ്രയും ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യുവാണ്. നീ എൻ്റെ കയ്യിൽ കയറി പിടിക്കാറായോ ഭദ്ര? മാരാർ ചോദിക്കുന്ന കേട്ടവൾ ഞെട്ടലോടെ മുഖം തിരിച്ച് അവനെ നോക്കി. ധ്വനിയെ ഞാൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ നീ എന്തിനാ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത്? അത്രമാത്രം ആളായോ നീ? എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ ദേവിയുടെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആളായിട്ടൊന്നും ചെയ്തതല്ല. എൻ്റെ പേരിലാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അവൾക്കട്ട് അടിയും കൂടി കൊടുത്താൽ പിന്നെ അത് കൂടുതൽ വഷളാകുമെന്ന് ഓർത്തു. സോറി. കഴിഞ്ഞു. സോറി എന്നൊരൊറ്റ വാക്ക് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞു അല്ലേ ഭദ്ര? അവൻ ചോദിച്ചു നോക്കി. ഭദ്ര പെട്ടെന്ന് മുഖം കുനിച്ചു. നേരെ നോക്കിയിരിക്കടി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ മുഖം കുനിച്ച് കളയരുതെന്ന്. അവൻ വഴക്ക് പറഞ്ഞതും പെട്ടെന്ന് അവൾ മുഖം ഉയർത്തി. മാരാരുടെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിയാതെ മറ്റൊരു വഴിയിലേക്ക് പോകുന്ന കണ്ടതും അവൾക്ക് പേടിയായി. നമ്മളിത് എവിടേക്കാ ദേവേട്ട?
അന്താളിപ്പോടെ അവൾ മാരാരോട് ചോദിച്ചു. എന്താ, നിനക്ക് പേടിയായോ? അവൻ ഗൗരവത്തിൽ ഭദ്രയെ നോക്കി. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ. നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനും അത്രമേൽ വിലയുണ്ട്. തലവേദന ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിടവിട്ട് കഥ തരുന്നത്. ഇന്നിപ്പോൾ ദാമ്പത്യം പോസ്റ്റ് ചെയ്യാം, നാളെ കോൺട്രാക്ട് വൈഫും. വയ്യാത്തോണ്ടാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഞാൻ എഴുതിയിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് ദാമ്പത്യം. ഈ സ്റ്റോറി ക്ലിക്കാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ മടിയാകുമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുമായിരുന്നു. ലിപിയിലാണ് ഞാൻ ഈ സ്റ്റോറി എഴുതിയത് കേട്ടോ. അവിടെ ഇന്ന് 133ാമത്തെ പാർട്ട് പോസ്റ്റ് ചെയ്തു. സെയിം തന്നെയാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ലിപിയിലുള്ള വായനക്കാർ പറയുന്നതേ അവർക്ക് മാരാരോട് ക്രഷാണെന്നാണ്. ഇവിടെ ആർക്കെങ്കിലും ക്രഷുണ്ടോ? ആവോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.